ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. ഇപ്പം ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ മകൾ എൻ്റെ അടുത്തല്ല എന്നും എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെയാണ് ജീവിക്കുന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോടത് ഷെയറും ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മകളും ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്ന് അവളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം മോളൊരു ആർട്ടിസ്റ്റാണ്. അവൾ ഒരു 18 വയസ്സ് മുതൽ 17-18 വയസ്സ് മുതൽ ഈ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. അതുപോലെ സീരിയലാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. കൂടുതലും ക്യാരക്ടർ റോളാണ് ചെയ്തിരുന്നത്. സിനിമയിലും ക്യാരക്ടർ റോൾ തന്നെയാണ് അവൾ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു, അതിലൊന്നും അവളെ വിടേണ്ട അല്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ അവളുടെ കൂടെ ഇപ്പോൾ ഉള്ള പാർട്ട്ണർ വെച്ചാൽ അവൾ ചെറിയ പ്രായം മുതൽ അവൾ പഠിച്ച സ്കൂൾ മുതൽ അവളുടെ ലൈഫിൽ വന്നുപെട്ട ഒരു വ്യക്തിയാണ്. കാരണം ആ ഒരു ബന്ധം എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. കാരണം ഞാൻ ജീവിച്ച ജീവിത രീതിയും ഞാൻ വളർന്നു വന്ന ജീവിത രീതിയും ഡിഫറെൻ്റാണ്. പക്ഷേ എനിക്കൊരിക്കലും ആ ലെവൽ അങ്ങോട്ട് ചെന്നെത്തിപ്പെടാനോ ഇല്ലെങ്കിൽ ആ ലെവൽ ചിന്തിക്കാനോ എന്നെക്കൊണ്ട് പറ്റുന്നതല്ല. കാരണം എൻ്റെ കുടുംബത്തിലെ എൻ്റെ അപ്പ അമ്മ ഇല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കൊച്ചുമകളാണ് അവൾ. ഒരേ ഒരു കുട്ടി. വേറെ ആർക്കും കല്യാണം കഴിച്ചിട്ടുമില്ല, വേറെ ആർക്കും മക്കളുമില്ല. അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് ഇന്ന് 10, 23, 24 വയസ്സിനകത്തുണ്ട്. അന്നേരം അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. പക്ഷേ എൻ്റെ മാരേജ് എൻ്റെ 17 വയസ്സിൽ കഴിഞ്ഞതാണ്. അന്നത്തെ കാലത്ത് 17 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു വിടും. പക്ഷെ ഇന്നത് നടക്കില്ല. ഇന്ന് 18 വയസ്സ് കഴിയണം. പക്ഷേ അവളുടെ ഇപ്പോൾ ഈ ഒരു ഏജിൽ അവൾ എനിക്കന്നുണ്ടായിരുന്നു. അന്നേരം ഞാനിപ്പോൾ ഈ പറയണ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മകൾ അറിയാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ തമ്മിലൊരു സംസാരമോ ഫോൺ വിളിയോ കാര്യങ്ങളൊന്നുമില്ല. അവൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലും ഈ ഫേസ്ബുക്കിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് ചെയ്തതെന്ന്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കര ഡിപ്രഷൻ അടിച്ചൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ മകൾ എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓവർകം ചെയ്യാൻ കുറേ ടൈം എടുത്തു. കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ഈവൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാത്രിയിലാണ് ഞാൻ ഇതെല്ലാം വീണ്ടും ഓപ്പൺ ആക്കി. കാരണം നമ്മളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഡിപ്രഷൻ അടിച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ആ ഒരു മെത്തേഡിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റ് മാറാൻ തന്നെ കാരണം ആ ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം എൻ്റെ മകൾ എൻ്റെ കൂടെ ഇരുന്ന വീടാണ് എൻ്റെ ഫ്ലാറ്റ്. അന്നേരം എനിക്കത് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. കാരണം അവളുടെ ആ ഒരു റൂം എപ്പോഴും അവിടെ ഒഴിഞ്ഞ് കിടക്കുമ്പോൾ എപ്പോഴും എൻ്റെ ആ മനസ്സിൽ ആ വിഷമങ്ങളും ആ ടെൻഷനും കയറി വന്ന് ഞാൻ വീണ്ടും എൻ്റെ ആരോഗ്യപരമായിട്ടും എൻ്റെ മാനസികപരമായിട്ടും ഞാൻ ഭയങ്കര വലിയൊരു ഇഷ്യൂവിൽ കൂടെ നടന്നുകൊണ്ട് പോയപ്പോഴാണ് എന്നെ നോക്കുന്ന ഡോക്ടർ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഫ്ലാറ്റ് ചേഞ്ച് ചെയ്യും, പുള്ളിക്കാരുടെ ആരോഗ്യനില ഒന്ന് ശരിയാകട്ടെ. അതൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഉറങ്ങാൻ തന്നെ പല മരുന്നുകളും കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അന്നേരം ആ ഒരു ഇതിൽ നിന്നും ഞാൻ മാറി വരികയാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. ഒരു 3-4-5 മാസത്തിന് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയും അങ്ങോട്ടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം അവളെനിക്ക് എൻ്റെ 18 വയസ്സിൽ ജനിച്ചൊരു മകളാണ്. ആ മകളെ ഞാൻ ഇത്രയും കാലം പോറ്റി വളർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു മൂടിയിട്ടാണ് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചത്. പക്ഷേ എൻ്റെ മകളത് മനസ്സിലാക്കിയില്ല. അവൾക്ക് ചിറക് വെച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളുടെ ലൈഫിൽ അവർ സേഫാണെന്ന് തോന്നിയെടുത്തോട്ട് അവൾ പറന്നുപോയി. പക്ഷെ അന്നേരം എൻ്റെ ലൈഫിൽ എനിക്ക് തീരുമാനം എടുക്കാനുള്ള ആ ഉത്തരവാദിത്തം എനിക്കുമുണ്ടല്ലോ. അവൾ അങ്ങനെ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എടുക്കാം. കാരണം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്ന ലെവലല്ല അവളെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി, ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് എനിക്ക് അത്രയും വിഷമവും അത്ര മാനസികമായിട്ട് ഞാൻ തകർന്നതും. ഞാൻ ആരുടെ മുഖത്തിനി നോക്കുമ്പോൾ എന്നുള്ള ചിന്ത എല്ലാവരും ചോദിക്കുമ്പോൾ നാട്ടുകാരാണോ, ചില കാര്യങ്ങൾക്ക് നമുക്ക് നാട്ടുകാരെ ഭയന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ അവരുടെ അംഗീകാരമോടെ നമുക്ക് വേണമെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷം നമ്മുടെ ലൈഫിൽ വരും. അങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നതും. ഇപ്പോൾ എൻ്റെ ഈ തീരുമാനം ഞാൻ എൻ്റെ മകളെ അറിയിക്കുകയാണ്. കാരണം ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കാണുകയും എനിക്കിനി എന്തെങ്കിലും ഒരു സ്വത്ത് ഒരു വക ഉണ്ടെങ്കിൽ അതിലൊരിക്കലും എൻ്റെ മകൾക്ക് അതിനൊരു അധികാരം വരികയോ ഇല്ലെങ്കിൽ എൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് എൻ്റെ മകൾ പങ്കെടുക്കുകയോ
ഇല്ലെങ്കിൽ ആ മരണാന്തര ചടങ്ങുകൾക്ക് എനിക്ക് എൻ്റെ ബോഡിയിൽ തൊടാനോ എനിക്കൊരു എന്താ പറയുക, വായിക്കിരി എന്ന് പറഞ്ഞ ആ ഒരു ചടങ്ങൊക്കെ ഉണ്ട്, അതിടാനോ എൻ്റെ മകളെ ഞാൻ അനുവദിക്കില്ല മരിക്കും കാലം വരെ. എൻ്റെ ഒരു സ്വത്ത് വക, ഈവൻ എൻ്റെ ശരീരമാണെങ്കിൽ പോലും എൻ്റെ മകൾക്ക് തൊടാനോ ഇല്ലെങ്കിൽ അതിൽ വന്നൊരു മനുഷ്യനാണ്. നാളെ ഞാനിപ്പോൾ ഈ വീട് ചെയ്തിട്ട് ഞാൻ നാളെ മരിക്കുമോ ഇല്ലയെന്ന് അറിയില്ല, മരിച്ചു പോകും ചിലപ്പോൾ. ഇപ്പോൾ ഈ നിമിഷം തന്നെ പോയെന്നിരിക്കാം. പക്ഷേ ആ ഒരു കാര്യത്തിന് എൻ്റെ മകൾ വരികയോ എൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് മകൾ ഏർപ്പെടുകയോ എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ട് ഒരു പത്രം മുഖേന അത് എഴുതി വെക്കുകയും എൻ്റെ സിസ്റ്ററെ ഞാനത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മരണാന്തര ചടങ്ങുകളായാലും ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കായാലും എന്തൊന്നായാലും എൻ്റെ മോനൂസിനാണ് അധികാരമുള്ളതും അവനാണ് എൻ്റെ അന്ത്യകർമ്മ ചടങ്ങുകൾ ചെയ്യാൻ അധികാരവും എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, ഈവൻ എനിക്ക് 1 രൂപ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ അതിൻ്റെ അർഹത എൻ്റെ മോനൂസിനാണ്. അവനാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കുന്ന എൻ്റെ അധികാരം ഞാൻ അവനാണ് കൊടുക്കുന്നത്. അത് വക്കീൽ കുറേ രേഖകളും കുറേ കാര്യങ്ങളും എല്ലാം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇനി എൻ്റെ മകൾ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഒരു ചടങ്ങുകൾക്കോ എൻ്റെ കാരണങ്ങൾക്കോ ഒന്നും വരാനോ എടുക്കാനോ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ മുദ്രപത്രത്തിൽ എഴുതി സൈൻ ചെയ്ത് സെൽഫായിട്ട് അറ്റസ്റ്റ് ചെയ്തു. സെൽഫിൽ ഒരു വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു തെളിവാണ്. എൻ്റെ മരണാന്തര ചടങ്ങുകളിൽ വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അതൊരു പ്രശ്നമാക്കാനോ ഒന്നും അധികാരമില്ല എൻ്റെ മകൾക്ക് എന്നുള്ള രീതി ഞാനത് എഴുതി വെച്ചു. നിങ്ങളെല്ലാവരും ചോദിക്കും അത് ചെയ്തത് ക്രൂരമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ എൻ്റെ മകൾ എന്നോട് ചെയ്ത അത്രയും ക്രൂരതയല്ല ഞാൻ അവളോടിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഏതൊരമ്മയും ഏതൊരു മക്കളെയും വളർത്തുന്നത് അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന കാണാൻ ആഗ്രഹിച്ചാണ്. ഇന്ന് അവളെ നിൽക്കുന്ന നിലയിൽ അവളെ കൊണ്ട് എത്തിച്ചത് ഞാൻ തന്നെയാണ്. അല്ലെന്നൊരിക്കലും അവൾക്കത് പറയാൻ പറ്റത്തില്ല. അതിലും എൻ്റെ വിയർപ്പുണ്ട്. അപ്പം എൻ്റെ തീരുമാനം ഇതാണ്. എൻ്റെ മകൾ വിചാരിക്കും ഇത്രയും കുറേ കാലം കഴിയുമ്പോൾ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് ചെല്ലുമെന്നും. പക്ഷേ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും എന്നെ വിളിക്കാനോ സംസാരിക്കാനോ പാടില്ല, എൻ്റെ അടുത്ത് വരാനോ പാടില്ല. ഞാനും അവളുടെ അടുത്ത് ചെല്ലില്ല. ഞാനിത് എഴുതി വെക്കാൻ കാരണം മനുഷ്യനാണ്. നാളെ നേരം വെളുത്ത് കണ്ടില്ലേ, കുറച്ച് നേരം കണ്ടു. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതി വെച്ചിരിക്കുന്നത്. അന്നേരം എൻ്റെ മകളോട് പറയാനുള്ള കാര്യമാണ് കേസ്. എനിക്കിത് നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു ദേഷ്യം തോന്നരുത്. ഞാൻ അത്രയും വേദന അനുഭവിച്ച ഒരാളാണ്. കാരണം എൻ്റെ മകൾ ഇങ്ങനെ ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്, ഒരിക്കലുമല്ല. എൻ്റെ മകൾ ഇങ്ങനൊരു ലൈഫ് തിരഞ്ഞെടുക്കാനല്ല ഞാൻ അവളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്. അന്നേരം അങ്ങനൊരു തീരുമാനം അവൾക്ക് എടുക്കാമെങ്കിൽ ഇത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ ഒരു ചടങ്ങുകൾക്കോ ഇല്ലെങ്കിൽ എൻ്റെ 1 രൂപയുണ്ടെങ്കിൽ അതിന് പോലും അവകാശം പറഞ്ഞ് വരാൻ പാടില്ല എന്ന് ഞാൻ സെൽഫായിട്ട് അറ്റസ്റ്റ് ചെയ്തു. എൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് ഒട്ടും ഈവൻ വായിക്കിരി എന്ന് പറഞ്ഞ ഒരു സാധനം പോലും എൻ്റെ വായിലിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ സെൽഫായിട്ട് അറ്റസ്റ്റ് ചെയ്തു. ഞാൻ അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ സിസ്റ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം കാരണം എൻ്റെ മോനൂസിനെ ഏൽപ്പിച്ചാൽ അവനത് കാണിക്കില്ല ആരെയും. പക്ഷേ എൻ്റെ സിസ്റ്റർ അങ്ങനെയല്ല, അത് കാണിക്കും. എൻ്റെ മോനൂസിന് ഭയങ്കര സിമ്പതി ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കാഞ്ഞത്. പക്ഷേ എൻ്റെ സിസ്റ്ററുടെ കയ്യിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുക. എൻ്റെ കാര്യങ്ങൾക്ക് വരരുത്. ഇപ്പം ഇരിക്കുന്ന പാർട്ണറോടെ ജീവിക്കും കാലം വരെയും എൻ്റെ മകളോട് എനിക്ക് മരിക്കും കാലം വരെ ഒരു ബന്ധമില്ല. അതും ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം ഏതൊരച്ഛനും ഏതൊരമ്മയും മക്കളെ വളർത്തുന്നത് അവർ സന്തോഷം സമാധാനത്തോടെ അടുത്ത ജനറേഷൻ നമ്മൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷയോടാണ്. ഇതൊന്നുമില്ലാതാണ് എൻ്റെ മകളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇതെഴുതാൻ കാരണം, മുദ്രപത്രത്തിൽ എഴുതാനും കാരണം. അപ്പോൾ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇനി മമ്മി എന്നുള്ള രീതിയിൽ എൻ്റെ മകളങ്ങ് മറന്നേക്കണം. കാരണം അവൾ ചെയ്ത എല്ലാം ഞാൻ ക്ഷമിച്ചൊരു സ്ത്രീയാണ്. അത് അവളോട് തന്നെ അവൾ കണ്ണാടി മുമ്പിൽ പോയെന്ന് ചോദിക്കട്ടെ. അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ക്ഷമിച്ച സ്ത്രീയാണ്. പക്ഷേ ഇത്
കാരണം ഇത്രയും വർഷം അവളെന്നെ പറ്റിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് അതവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന് ഞാൻ അവൾക്ക് മരിക്കും കാലം വരെ മാപ്പ് കൊടുക്കില്ല. മരിക്കും കാലം വരെ ഞാൻ മാപ്പ് കൊടുക്കില്ല. അതെൻ്റെ തീരുമാനമാണ്. അപ്പം ഇത്രയാണ് കേസ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. കാരണം നമ്മുടെ മക്കളെ വളർത്തുന്ന എപ്പോഴും നമ്മളെന്താ പറയുക, അവരുടെ ചുറ്റും ഒരു കണ്ണോട് വേണം വളർത്താൻ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ അലവലാദികൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ കയറി നമ്മളെ അത് ചുറ്റും തിരിപ്പിച്ച് നമ്മളെ ഒരു വലിയ കുഴിയിൽ കൊണ്ടിട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പിന്നെ അച്ഛനും അമ്മയും എടുക്കേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചൊരു വ്യക്തിയാണ് അവൾ. സന്തോഷത്തോടെ സമാധാനത്തോടെ എവിടെയും പോയി ജീവിക്കാൻ കൊടുക്കാതെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഒരു പറയാൻ പറ്റത്തില്ല ഗൈസ് എനിക്കത്. എൻ്റെ മകളുടെ തെറ്റുണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ കയ്യിലും തെറ്റുണ്ട്, ഇല്ലെന്നൊരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ അവൾ ജീവിച്ചു വന്ന ജീവിത രീതിയും അവളുടെ മമ്മി എങ്ങനെയാണ് അവളെ വളർത്തിയെന്നും അവളെ ഞാൻ ഒരു സിംഗിൾ പേരൻ്റായിട്ട് ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതാണെന്നും ചിന്തിക്കണം. അവർക്കൊന്നും അതിൻ്റെ വിഷമം അറിയില്ല. അന്നേരം എൻ്റെ മകളത് ചിന്തിക്കണമായിരുന്നു. പക്ഷെ എൻ്റെ മകൾ അത് ചിന്തിക്കാത്തതിൻ്റെയാണ് ഇപ്പം ഞാൻ ഈ കൊടുത്ത പണി. കാരണം മരിക്കും കാലം വരെ ഞാനും എൻ്റെ മകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, വെക്കില്ല. അതെൻ്റെ ഒരു വാശിയാണ്. ഞാൻ മരിക്കുന്ന കാലം വരെ എൻ്റെ വാശിയാണ്. അവളെൻ്റെ ബോഡിയിൽ തുടരുതെന്നുള്ള ഒറ്റ കാരണം. ഇങ്ങനൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വേണ്ട. ഇത്രയും നീചമായി ഒരു അമ്മയെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വേണ്ട. അന്നേരം ഇത് പൊതുസമൂഹം ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ മരിക്കുന്ന സമയത്ത് ഞാനിത് വീഡിയോ ആയിട്ട് തെളിവ് വെച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ തെളിവ് കാണിക്കാൻ പറയാതെ അപ്പോൾ ഉണ്ടാക്കിയെന്നവർ പറയും. പക്ഷേ ഞാനിത് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. കാരണം എൻ്റെ മകളുടെ മുമ്പിൽ ഇനി തോറ്റു കൊടുത്ത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത്രയാണ് കേസ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.